ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. മാഡത്തിനോട് എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ എന്നോട് പറഞ്ഞത്. ഞാനത് വിശ്വസിക്കുന്നു. കാരണം എന്റെ അമ്മ എന്നോട് ഇതുവരെ ഒരു സ്വന്തം അച്ഛനാരെന്നറിയാനായിട്ട് നാട് നീളെ അറിഞ്ഞോണ്ടിരിക്കുന്ന നീയാ അമ്മയുടെ സത്യസന്ധത പറയുന്നത്? എന്റെ അമ്മ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും. മാഡത്തിന്റെ മുന്നില് അത് ഞാൻ തുറന്നു കാണിക്കും. ഇനി ഒരാളുടെ കുമ്പസാരം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി എന്നെ മുന്നിൽ ആരും വരികയും വേണ്ട. പറഞ്ഞേക്ക് നിന്റെ അമ്മോട്. എന്റെ അച്ഛൻ ആരാണെന്ന് പല തവണ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അമ്മ അതിന് വല്ലാണ്ട് സങ്കടപ്പെടുന്ന കണ്ടപ്പോ പിന്നീട് ഒരിക്കലും അത് ചോദിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഇപ്പം സിത്താരമ്മയുടെ എന്നോട് പറഞ്ഞത് അമ്മ മേഡത്തിനെ ചതിച്ചു എന്നാ. എന്റെ അമ്മയെ കുറിച്ച് ആരങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ മടിച്ചതൊക്കെ ഇപ്പൊ എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. നിനക്ക് എന്താ അറിയേണ്ടത്? നിന്റെ അച്ഛൻ ശ്രീനിവാസാണ്. ഗാഥയുടെ അച്ഛൻ ശ്രീനിവാസ്? അതെ. അപ്പോ സിത്താര മേഡം അമ്മ ചതിച്ചു എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യാണോ? പറയമ്മേ, ഒരുപാട് സ്നേഹിച്ച ഒരാളെ ചതിച്ചു എന്റെ അമ്മ. എന്നെ കുറിച്ച് അങ്ങനെയാ നിനക്ക് തോന്നുന്നതെങ്കില് ആ തോന്നൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ തിരുത്തുന്നില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഒരാളെയും വേദനിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാ ഗാഥയുടെ എന്റെ അച്ഛൻ ഒന്നാണ്, അമ്മമാർക്കാണ് ഇവിടെ വ്യത്യാസം? അതും കൂടെ പറയേ. എല്ലാം നീ അറിയാനുള്ളൊരു സമയമുണ്ട്. അതിപ്പോഴല്ല. എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടോ അമ്മേ? ഉണ്ടെങ്കിൽ അത് എവിടെയാ? അതൊന്നും എനിക്കറിയില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം അറിഞ്ഞതുകൊണ്ട് കൂടെ കൂടെ ഒരുപാട് ചോദ്യങ്ങൾ നിന്റെ മനസ്സിൽ വരാം. നിനക്കതൊക്കെ ചോദിക്കാൻ ഉത്സാഹമായിരിക്കും. പക്ഷേ അമ്മയ്ക്ക് ഓരോ ചോദ്യങ്ങളും വേദനയാണ്. അത് മറക്കാതിരുന്ന നല്ലത്. അമ്മേ, ഞാനും ഗാഥയും ഒരുപോലെ ഇരിക്കുന്നതിന്റെ കാരണം അതാ. ഒരേ അച്ഛൻ. ഇനി അറിയേണ്ടത് അമ്മയ്ക്കും സിത്താര മാഡത്തിനും ഇടയില് എന്ത് സംഭവിച്ചു എന്നുള്ളതാ. അത് കണ്ടെത്തണം. അമ്മ തെറ്റുകാരിയല്ലെങ്കിൽ ഇനി ഒരിക്കലും സിത്താര മാഡം തങ്കം തെറ്റ് ചെയ്തു എന്ന് പറയാൻ പാടില്ല.